പാകിസ്ഥാൻ ഇനി ഒരു രക്ഷയുമില്ല. മോദിയുടെ കാൽക്കൽ വീണ് സമസ്ത അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് മാപ്പ് പറയുന്നതേ ഉള്ളൂ ഇനി വഴി. വെറുതെ ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ വന്നിട്ട് വടി കൊടുത്ത് അടി വാങ്ങിയതുപോലെ ആയിപ്പോയി പാകിസ്ഥാന്റെ കാര്യങ്ങൾ. ഒന്നും അറിയാതെ കശ്മീരിന്റെ തണുപ്പിൽ മനസ്സും കണ്ണും ശരീരവും തണുത്തുല്ലസിച്ചു നടന്ന മനുഷ്യരെയാണ് കേവലം വൈരാഗ്യത്തിന്റെ പേരിൽ മരണത്തിന്റെ തണുപ്പിലേക്ക് പാകിസ്ഥാൻ പറഞ്ഞുവിട്ടത്. അവിടെ അവർക്ക് പിഴച്ചത് പോയി മോദിയോട് പറ എന്നുള്ള ആക്രോശമായി. രാജ്യസഭയിൽ മാനം നഷ്ടപ്പെടാൻ നേരത്ത് കൈകൂപ്പി പാഞ്ചാലി ശ്രീകൃഷ്ണനെ വിളിച്ചതുപോലെ നെറുകിലെ കുങ്കുമം തുടച്ചു മാറ്റപ്പെട്ട സ്ത്രീകൾ അവരുടെ പൊട്ടിയ താലിച്ചുരുടുമായി മോദിക്ക് മുന്നിൽ അലമുറയിട്ടു കരഞ്ഞപ്പോൾ ഇന്ത്യ ഇന്നോളം കണ്ടിട്ടില്ലാത്ത പുതിയ അവതാരമായി മോദി മാറിയെന്ന് വേണം പറയാൻ. അന്ന് തുടങ്ങിയ കണക്ക് ചോദിക്കലിൽ പാകിസ്ഥാന് നഷ്ടം കോടികളാണ്. ഒരിക്കലും ഇനി പച്ച പിടിക്കാൻ കഴിയാതെ പാകിസ്ഥാനികൾ തലയ്ക്ക് തീ പിടിച്ചോടുകയാണ്. അന്നേ മോദി പറഞ്ഞതാണ് ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞിട്ടില്ല എന്ന്. അതിന്റെ ബാക്കി പത്രമായി ഇന്ത്യൻ വ്യോമപാത ഉപയോഗിക്കുന്നതിന് പാക് വിമാനങ്ങൾക്കും വിമാന കമ്പനികൾക്കും ഏർപ്പെടുത്തിയിരുന്ന നിരോധനം കേന്ദ്ര സർക്കാർ വീണ്ടും നീട്ടിയിരിക്കുകയാണ്. ഒക്ടോബർ 24 വരെയുള്ള ഒരു മാസ കാലയളവിലേക്കാണ് നിരോധനം നീട്ടിയത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ബന്ധപ്പെട്ട അധികൃതർക്ക് ഏവിയേഷൻ ഉദ്യോഗസ്ഥർ നോട്ടീസ് അയച്ചു. പാക് വ്യോമപാത ഉപയോഗിക്കുന്നതിൽ ഇന്ത്യൻ വിമാനങ്ങൾക്കുള്ള നിരോധന തീരുമാനം പാക് സർക്കാർ കഴിഞ്ഞ ദിവസം നീട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ത്യയും നിരോധനം നീട്ടിയത്. പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നാലെ പാകിസ്ഥാനാണ് ആദ്യം വ്യോമപാത അടയ്ക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. ഒരു മാസത്തേക്കായിരുന്നു നിരോധനം. എന്നാൽ ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യയും ഒരു സമാന തീരുമാനം കൈക്കൊണ്ടു. പിന്നാലെ ഓരോ മാസവും നിരോധനം നീട്ടിക്കൊണ്ട് ഇരു രാജ്യങ്ങളും ഉത്തരവുകൾ ഇറക്കിയിരുന്നു. ഇരു രാജ്യങ്ങളുടെയും വിമാനങ്ങൾക്ക് മാത്രമാണ് നിരോധനം ബാധകമായിട്ടുള്ളത്. മറ്റു രാജ്യങ്ങളുടെ വിമാനങ്ങൾക്ക് ഇരു രാജ്യങ്ങളുടെയും വ്യോമപാത ഉപയോഗിക്കാൻ തടസ്സമില്ല. ഒക്ടോബർ 24 വരെയാണ് വ്യോമപാതയിലെ നിരോധനമുള്ളത്. ഇരു രാജ്യങ്ങളുടെയും മുൻ നിരോധന കാലയളവ് ഇന്ന് അവസാനിക്കാനിരിക്കുകയാണ്. ഇതോടെയാണ് നിരോധനം നീട്ടി ഉത്തരവിറങ്ങിയത്. പാകിസ്ഥാന്റെ വ്യോമപാത അടച്ചത് 800ഓളം ഇന്ത്യൻ വിമാനങ്ങളെയാണ് ബാധിച്ചിരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ നിന്ന് പശ്ചിമേഷ്യ, യൂറോപ്പ്, UK, അമേരിക്ക എന്നീ രാജ്യങ്ങളിലേക്ക് പോകേണ്ട വിമാനങ്ങൾ ഇപ്പോൾ വളരെ ദൂരം സഞ്ചരിക്കേണ്ടി വരികയാണ്. ഇത് വിമാനങ്ങളുടെ പ്രവർത്തനത്തെയും മെയിന്റനൻസിനെയും അടക്കം ബാധിക്കുന്നുണ്ട്. പല എയർലൈൻസ് കമ്പനികളുടെയും ചിലവുകൾ വർദ്ധിക്കാനും ഇത് കാരണമായിട്ടുണ്ട്. എയർ ഇന്ത്യ, ആകാശ എയർ, സ്പേസ് ജെറ്റ് എന്നിങ്ങനെ നിരവധി കമ്പനികളാണ് ഈ റൂട്ടിൽ നിരന്തരം സർവീസുകൾ നടത്തുന്നത്. പാകിസ്ഥാൻ വിമാന കമ്പനികൾക്ക് എന്നാൽ ഇന്ത്യൻ വ്യോമപാത അടച്ചത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടില്ല. അന്താരാഷ്ട്ര സർവീസുകൾ പാകിസ്ഥാനിൽ കുറവാണ് എന്നതാണ് അതിന് പ്രധാന കാരണം. ആഴ്ചയിൽ 6 വിമാനങ്ങൾ മാത്രമാണ് ഇന്ത്യൻ വ്യോമപാത ഉപയോഗിക്കുന്നത് എന്നതിനാൽ ഇന്ത്യയുടെ ഈ നീക്കം പാകിസ്ഥാനെ കാര്യമായി ബാധിച്ചിട്ടില്ല എന്നു തന്നെയാണ് വിവരങ്ങൾ. നേരത്തെയും പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമപാത അടച്ചിരുന്നു. 2019 അത്. അന്ന് ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് 700 കോടി രൂപയുടെ നഷ്ടമാണ് നേരിടേണ്ടി വന്നത്. ഇന്ധന ചെലവിൽ വന്ന വർധനവും മറ്റും കാരണമായിരുന്നു ഇത്രയും നഷ്ടം സംഭവിച്ചത്. എയർ ഇന്ത്യയാണ് അന്നത്തെ വിമാനപാത നിരോധനം ഏറ്റവും കൂടുതൽ ബാധിച്ചത്. എന്നാലും പാകിസ്ഥാനോട് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ദയാദാക്ഷിണ്യത്തിനും തയ്യാറല്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് മോദി മുന്നോട്ട് പോകുന്നത്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം എന്നാണ് ചൊല്ല്. പക്ഷേ പാകിസ്ഥാന് വെള്ളം കുടി പോലും മുട്ടി നിൽക്കുമ്പോൾ അങ്ങനെ ഒരു സാധ്യത കൂടി മോദി കൊട്ടിയടച്ചു കഴിഞ്ഞു. പാകിസ്ഥാനുമായി ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ അത് ഇന്ത്യയിലെ സ്ത്രീകളുടെ അഭിമാനത്തിന് ഏൽക്കുന്ന കളങ്കമായി മാറുമെന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം മോദിയുടെ ചിന്തയിൽ പോലും ഇല്ല എന്ന് വേണം പറയാൻ. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധികൾക്ക് പാകിസ്ഥാൻ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്താണ് മോദി എന്ന്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച